ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണ്, ഇത് നല്ല അടിപൊളി ഒരു മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറി നമ്മൾ നേരത്തെ കുറെ മീൻകറികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പല ടൈപ്പ് മീൻകറികൾ. അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻകറിയാണ് നമ്മൾ ഇടുന്നത്. ഒരു 1/2 കിലോ അയില ഇവൻ വന്നപ്പോൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാ കറി വെക്കുന്നത്? നല്ല പെട്ടെന്ന് നമുക്ക് വെക്കാവുന്ന ഒരു കറിയാണ്. പക്ഷെ അത് ഭയങ്കര രുചിയുള്ള ഒരു കറിയാണ്. സാധാ മീൻകറിനേക്കാളും ടേസ്റ്റുമാണ്, എളുപ്പമാണ്. അപ്പൊ അതെങ്ങനെയാ വെക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് അമ്മ അങ്ങനെ റെഡിയായി നമ്മുടെ തീയൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് പെട്ടെന്ന് കാണിക്കാട്ടോ. പ്രധാനമായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അയിലയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ഇതൊരു 1/2 കിലോ അയില വാങ്ങിച്ചത് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് വറക്കാന്ന് വെച്ചാൽ 6 അയിലയാണ് കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ അയില ആയതുകൊണ്ടാണ് 6 കിട്ടിയത് അല്ലേ. 3 കിട്ടത്തുള്ളൂ അയില, അത്രയൊക്കെ കിട്ടത്തുള്ളൂ വലുതാണെങ്കിൽ. അപ്പൊ നമ്മൾ 6 അയില വാങ്ങിച്ചത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിക്കാണ് അല്ലെ. തക്കാളി 2 തക്കാളിക്കുണ്ട്. പക്ഷെ തക്കാളിക്ക് ഇട്ടാലും പുളി അത്രയ്ക്ക് കിട്ടണമെന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കുടംപുളിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഈ മീൻകറി വെക്കാനായിട്ട് വാളംപുളി ചേർക്കാറുണ്ട്. വാളംപുളി ചേർത്ത് വെക്കുന്നതിന്റെ ടേസ്റ്റും കുടംപുളി ചേർത്ത് വെക്കുന്നതിന്റെ രണ്ട് ടേസ്റ്റാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇവിടെ കുടംപുളിയാണ് കൂടുതലായിട്ട് മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇവന് പൊടിവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ രീതികൾ നമുക്ക് കാണാൻ എങ്ങനെയാണെന്ന്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് അല്ലെ. അപ്പൊ എണ്ണ മൂന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് അതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇടണം. അപ്പൊ നമുക്ക് അടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഒന്ന് ചെന്നിട്ടായിട്ട് നമുക്കൊന്ന് വരട്ടാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മള് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3 സാധനങ്ങൾ ഇട്ടു അല്ലേ. പക്ഷെ ഇതിന്റെ അകത്ത് കറിവേപ്പില ഇപ്പൊ ഇട്ടിട്ടില്ല അല്ലെ. ഇട്ടിട്ടില്ല. നന്നായിട്ട് വഴക്കണം ഇത്. പിന്നെ നല്ലോണം ചുമക്കണം. അപ്പൊ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ മൂത്തിട്ടുണ്ട്, പച്ചമുളകൊക്കെ. അപ്പൊ നമ്മളൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലാകുമ്പോ നമുക്ക് തീ കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഗ്യാസിലാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുപ്പിൽ വാങ്ങി വെച്ചിട്ട് ബാക്കി നമ്മുടെ പൊടി മൂത്ത് പോകും. കാരണം നമ്മുടെ മൺചട്ടിയും കൂടെ ആയപ്പോഴേ തീ കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്കത് എന്താ ഇടുന്ന ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 2 സ്പൂണ് നമ്മള് പിരിയമുളകിന്റെ പൊടി ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് 1/2 കിലോയേ ഉള്ളൂ. നമ്മുടെ 1/2 കിലോ ഉള്ളു. അപ്പൊ തക്കാളിക്കുണ്ട് ഒരു സ്പൂൺ തികച്ചില്ല, എരിവുള്ള മുളക് പൊടിയുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളിട്ടു. പിന്നെ ചേർക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി നമ്മളിപ്പോ ചേർക്കും. അപ്പൊ 1 സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്. അപ്പൊ ഈ വാങ്ങി വെച്ചതിനാണ് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ വാങ്ങി വെച്ചത്. അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി ചൂടായി കഴിയുമ്പോഴേ ഇത് കരിഞ്ഞു പോകും. അപ്പൊ ഒരു ശകലം മഞ്ഞപ്പൊടി, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി മഞ്ഞപ്പൊടി ആയി കഴിഞ്ഞാൽ മീൻകറിയുടെ കളർ വല്ലാത്തൊരു കളറാകും. ഇനി ഇതങ്ങ് ഇളക്കുവാണ് നേരെ നമ്മൾ അടുപ്പ് വയ്ക്കും. അതായത് ഇതിന് നല്ല ചൂടുണ്ട് ശരിക്കും. പൊടി മൂത്തിട്ടുണ്ട്. എന്നാലും നമ്മളെല്ലാം കൂടെ അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് അപ്പൊ നമ്മുടെ ആ മുളവിന്റെ ആ പച്ചച്ചവി ഒന്ന് മാറാനാണ് നമ്മൾ അടുപ്പ് വെച്ച് ഒന്ന് പതുക്കെ ചൂടാവി, ഒത്തിരി മൂക്കണ്ട. അപ്പൊ ഇത്രയും മൂത്താ മതി. കണ്ടോ, അതെ ആ പച്ച നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ കളർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചെറിയ 3 കഷ്ണം കുടംപുളിയുണ്ട്, ചെറുതാണ്. അപ്പൊ അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നല്ല തക്കാളി പുളികളാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല അല്ലേ. എങ്കിലും മാങ്ങ ഇടുന്ന പോലെ തക്കാളി ഇടുമ്പോ ഇച്ചിരി ഇത് വേണം. അല്ലെങ്കിൽ പക്ഷെ മാങ്ങയാണെങ്കിൽ പുളിയുടെ ആവശ്യമില്ല അല്ലെ. മാങ്ങ ഇട്ട് വയ്ക്കാൻ പുളി വേണ്ട. അപ്പൊ നമ്മൾ സ്വല്പം വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുവാണ്. സാധാ പച്ചവെള്ളം അല്ലേ. മതി, ഒന്ന് തിളക്കട്ടത്. ഇനി നന്നായിട്ട് തിളക്കണം അല്ലേ. നമുക്ക് നന്നായിട്ട് വിറവ് ഒഴിക്കാം. ഇതുവരെ വിറവ് കുറച്ചല്ലേ കുറച്ചാ വെച്ചത്. നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് കൂടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചത് നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട്. ഇനി നമ്മളൊരു ശാഖല ഉലുവാപ്പൊടി ഇതിനകത്ത് തിളച്ചതിനകത്തോട്ട് നമ്മള് പൊടിച്ചു വെച്ചേക്കുന്ന ഉലുവാപ്പൊടി. ഈ ഉലുവാപ്പൊടി എന്തിനാ ചേർക്കുന്നത്? മീനിനൊരു നമ്മൾ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മീനിനൊരു ഉളുമ്പ് മണം ഉണ്ടാവും. ഏത് മീനിനും ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാല് ആ ഉളുമ്പ് മണം നമുക്ക് വരത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ അതിലെ മീൻ പറക്കി നമ്മൾ അതിനകത്ത് ഇടുക. അതില് ഞാനോട്ടെ വെട്ടി ഉള്ളു കേട്ടോ, കണ്ണും തലയൊന്നും അതുകൊണ്ട് ഞാൻ തല കളഞ്ഞു. കണ്ണായിട്ടിരിക്കും. ഇത് എനിക്ക് തല കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അയിലത്തല അളിയനും കൊടുക്കാന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അളിയനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തിന്നാന്ന് വിചാരിച്ചു. അപ്പൊ മീൻ പിറക്കിടുമ്പോ നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം അല്ലേ? നിരത്തി ഇട്ട് കൊടുക്കണം മീന്. അപ്പൊ നമ്മൾ ഈ അയിലയുടെ കൂടെ 2 തക്കാളി, നമ്മുടെ ഇച്ചിരി മുഴുത്ത തക്കാളി ആയിരുന്നു കേട്ടോ, നമ്മൾ 2 തക്കാളി ആയിരിക്കും കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ ഇതിന്റെ മണ്ടയിൽ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടൊന്നും ഇച്ചിരി കനകത്തിന് തിളച്ച് വേവുണ്ടായി. മീൻ വേവുമ്പോൾ ഇതും അങ്ങനെ വെന്ത് വരണം. അപ്പൊ നമ്മൾ ആ തക്കാളി ഈ മീനിന്റെ മോളി പറക്കി വെച്ചു. ഇനി നമ്മൾ നല്ല പച്ച കറിവേപ്പില, നമ്മുടെ കരിവേപ്പില പറിച്ചെടുക്കുന്ന കേട്ടോ നല്ല. അപ്പൊ നമ്മൾ ഈ കറിവേപ്പില അതിന്റെ മോളിൽ ഇങ്ങനെ നിരത്തി വെച്ച് അതിന്റെ ഈ തക്കാളിയൊക്കെ മൂടി കരിവേപ്പില ഉണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം പതുക്കെ. ഇനി മൂടുന്നിട്ട് അടച്ചു വെക്കുക. ഇനി അടച്ചു വെച്ചിട്ട് നമ്മുടെ ചെറുതീയിലാണ് നന്നായിട്ട് തീയിരിക്കും. നന്നായിട്ടിരിക്കാം. എന്നിട്ട് തിളച്ചു കഴിയുമ്പോ തീ കുറച്ചിടും അല്ലേ? കുറയ്ക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ മീൻ ആ കനലിന്റെ അകത്തിരുന്ന് നന്നായിട്ട് ഞങ്ങൾ ഇങ്ങനെ വിറകൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പുറകില്. ഇവിടെ നമ്മൾ ഇതിലാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത് സാധനങ്ങളൊക്കെ. ഞങ്ങൾ കഞ്ഞിയൊക്കെ വെക്കുന്നതിനകത്ത്. അപ്പൊ ഈ കുഞ്ഞു വിറവ് കൊണ്ട് വെച്ചതിനകത്ത് തീ പിടിപ്പിക്കാൻ എളുപ്പമാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇത് സെറ്റാണോ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് സെറ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് ഞങ്ങൾ പണ്ട് മുതലേ കഞ്ഞി വെക്കുന്നതായിരുന്നു. അതന്നെ, ഇത് സെറ്റ് അല്ല. പക്ഷെ ഇതുകൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട് കേട്ടോ. വിറവൊക്കെ കുറച്ച് വെച്ചാൽ മതി, നല്ല ചൂട് എപ്പോഴും നിൽക്കും. രാവിലെ നമ്മൾ കത്തിച്ച സന്ധ്യ ആകുമ്പോഴും നമുക്ക് ചൂട് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കും ഈ അടുപ്പിന്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. ഈ പുളി ഇട്ടപ്പോ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉടനെ ഉപ്പിടാതാണോ മീൻ കറി വെച്ചത്? അതെന്നാ വെച്ചാൽ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ആ ഒരു ക്ലിപ്പ് കിട്ടിയില്ലായിരുന്നു ഉപ്പിട്ടത്. അപ്പൊ പിന്നീട് നമ്മൾ നോക്കിയപ്പോഴാണ് അത് ഞങ്ങളിപ്പോ ഇവിടെ ഒന്ന് കണ്ടോണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നുവെച്ചാൽ ഒത്തിരി കൂടുതലല്ല, അത്യാവശ്യം ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേറെ ഉപ്പ് വേണമെങ്കിൽ അല്ലെ അന്നേരം ഇടാം. അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അടപ്പൊന്ന് പൊക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതെ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അതാണ് കറിയുടെ പ്രധാന സാധനം. ഇത് നമ്മൾ ഒരു ചെറിയൊരു തേങ്ങയുടെ 1 മുറി തേങ്ങ അരച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 2 ചുമന്നുള്ളിയും കൂടെ അരച്ച് നമ്മൾ രാത്രിയാണ് കല്ലേ വെച്ചരയ്ക്കുന്നത്. എന്നാൽ എനിക്കിപ്പൊ കല്ലിലൊന്നും വെച്ചരയ്ക്കാനുള്ള ഒരു പ്രാണിയില്ല, പറ്റില്ലാതായി. അപ്പൊ ഞാനത് മിക്സിക്കകത്ത് ഗ്യാസിനകത്ത് തന്നെ ഇരിക്കുവാണ്. അപ്പൊ പക്ഷെ നമ്മൾ അരകല്ലിൽ അരയ്ക്കുമ്പോഴാണ് നമുക്ക് കറിക്ക് രുചി. അപ്പൊ നമ്മൾ ഇതുകൂടെ അങ്ങോട്ട് ഇടാൻ നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അയില കറി വെക്കുമ്പോ ഉണ്ടല്ലോ, മല്ലിയും മുളകും ഒക്കെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്തിട്ട് അയില കറി വെക്കുമ്പോൾ ശകലം പച്ചത്തേങ്ങ അരച്ചതുപോലെ ചേർക്കലുണ്ടല്ലോ, ഒരു നല്ല രുചിയാണ് അയിലക്കറിക്ക്. അത് നമ്മൾ വറുത്തരച്ച അയിലക്കറി വെക്കുന്ന രുചിയല്ല, നല്ല രുചിയാണ്. പാലൊഴിച്ചാലോ? തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. അപ്പൊ എന്തായാലും തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, പാല് പിഴിയത്തില്ല. അപ്പൊ എന്തായാലും ആ ഒരു തേങ്ങയും കൂടെ ആ കറിയിലേക്ക് അങ്ങ് ചേർത്ത് ഇനി എന്നാ ചെയ്യുമ്പോ ഇനി തിളച്ചാ മതി. ഇങ്ങനെ തന്നെ മൂളി കിടക്കും അല്ലെ? അതായത് അനക്കത്തില്ല അല്ലെ ഈ തേങ്ങ ഇട്ടിട്ട്? ഓ ഐ സീ. ഇനി അടച്ചും വെക്കണ്ട? അടച്ചൊന്നും വെക്കണ്ട. ഇനി തീ അരിക്കുകയും വേണ്ട അല്ലേ? ആ തീയാ തന്നെ തിളയ്ക്കും. തിളയുണ്ടല്ലോ, ആ കുഞ്ഞു തീ മതി അല്ലേ? മംഗലമായ അടുപ്പത്തീ ആയതുകൊണ്ടല്ലോ ഇതിന്റെ തിള നിക്കത്തില്ല. വാങ്ങി വെച്ചാലും തിളച്ചോണ്ട് തന്നെ. പിന്നെ നമ്മുടെ അടുപ്പിന് നല്ലൊരു ചൂടും അല്ലേ? തിള വന്നിടത്ത് ശകലം ഞാൻ എടുത്ത് നോക്കട്ടെ ഉപ്പ്. ഇപ്പഴും ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഇടാം അല്ലേ? എങ്ങനെയുണ്ടമ്മ കറി? അല്ല, അടിപൊളി കറിയാ. ആണോ? സത്യമാണ്. ഉപ്പൊക്കെ ഇത് മതി. അപ്പൊ ഇതൊരു സിമ്പിൾ കറി, എളുപ്പ കറിയാണ് കേട്ടോ. ഇനി തിളച്ചു കഴിഞ്ഞാൽ വിളമ്പാനുണ്ട് കേട്ടോ. 1 കിലോ അയിലയാണെന്നൊന്നും നിങ്ങൾ ഓർക്കരുത്. അതായത് 1 കിലോ അയില, 1/2 കിലോ അയില വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുടുംബത്തിന് മൊത്തം കഴിക്കാനുള്ള കറി കിട്ടും ഇതിന്റെ അകത്ത് അല്ലേ? നമ്മളതിന് തക്കാളിയൊക്കെ ഇടുന്നുണ്ട്. അത് തന്നെ.
അപ്പൊ ഈ കറിയുടെ പരിപാടി കഴിഞ്ഞില്ല അമ്മേ? അതിന് തിളച്ചങ്ങ് സെറ്റ് ആയാൽ മതി അല്ലേ? തിളച്ച് സെറ്റ് ആവട്ടെ. ആ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ കുറുവ് ഒന്നും കൂടെ മൺചട്ടി ആയതുകൊണ്ട് അല്ലേ? മൺചട്ടി ആയ പിന്നെ തേങ്ങ നമ്മള് ചേർത്തില്ലയോ. ആ ഇപ്പൊ അമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറി ഒന്ന് എടുത്തുന്ന കുലുക്കി വട്ടം ചുറ്റിച്ചു വെച്ചു അല്ലേ? വട്ടം ചുറ്റി വെച്ചു. അതിന് അടി പിടിക്കാതിരിക്കാനാ? അടി പിടിക്കാനല്ല, തേങ്ങ എല്ലായിടത്തും കൂടെ ഒന്ന് ആവാനായിട്ട് തവിയിട്ട് ഇളക്കുന്നതിൽ നല്ലതാ അങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചു വെക്കണം അല്ലേ? വട്ടം ചുറ്റി വെക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കറി അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്നു. ഇപ്പൊ തീ എരിക്കുന്നില്ല കേട്ടോ. തീ എരിച്ചില്ലെങ്കിൽ നല്ല പോലെ തിളയുണ്ട്. കല്ലിലിരുന്ന് നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുപ്പിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ? പക്ഷെ ഗ്യാസ് വെക്കുവാന്ന് ഇങ്ങനെ എപ്പോഴും നമുക്ക് തിള കിട്ടത്തില്ല. ഗ്യാസ് ഓഫാകുമ്പം ഇതിന് തിളയിൽ നിൽക്കും. പക്ഷെ അടുപ്പ് അങ്ങനല്ല. നമുക്ക് വിറകടുപ്പിനകത്ത് മീൻകറി ഇറച്ചിക്കറി ഒക്കെ വെച്ചാറുണ്ടല്ലോ, ഒരു പ്രത്യേക രുചിയാണ് അതിന്. മംഗലത്തില് ഈ കറിയുടെ കൂടെ ചപ്പാത്തിക്കും ഒക്കെ നല്ല കറി, നല്ലതാ. ഇഡ്ഡലി തിന്നാനും നല്ലതാ. ദോശക്കുള്ള കറിയും കൂടെ അത് തന്നെ. അതായത് ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാം. അപ്പൊ വാങ്ങി വെക്കാൻ ഇനി വാങ്ങുവാണമ്മേ. അപ്പൊ നമ്മുടെ ഈസി കറിയുടെ പരിപാടി അങ്ങനെ തീർന്നിരിക്കുവാണ്. അപ്പൊ ഒരു കാര്യം, അമ്മ വാങ്ങണ്ട, ഞാൻ വാങ്ങാം. അതായിരിക്കും അമ്മ തിരികടെയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാങ്ങാം. അമ്മ വാങ്ങുവാണോ? ഞാൻ വാങ്ങിക്കോളാം. ആണോ? അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ? നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണവും നല്ല ഗുണം. അയില കറി വെച്ചാ പണ്ടൊക്കെ അയിലയാകട്ടെ. പിന്നെ വേറെ ഇപ്പൊ അയിലക്കും ചാളയ്ക്കും നല്ല രുചിയുള്ള സമയം അല്ലേ? രുചിയാണ് ചാളയ്ക്ക് രുചി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചാള വാങ്ങിച്ച് കറി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് കുഞ്ഞു ചാള. ഈ തക്കാളിയൊക്കെ പിറക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിനകത്തല്ലേ? മീനിനകത്ത് കിടന്ന് വെന്ത തക്കാളി, ആ തക്കാളി അതുപോലെ തന്നെ കിടക്കും. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇത് നമുക്ക് ചോറിന്റെ കൂടി ഒന്ന് ഉടച്ചുടച്ചുടച്ച് കഴിക്കാനായിട്ട് പിറക്കി തിന്നുക ചെയ്യാം. അതാണ് ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പൊ അത് നമ്മള് തേങ്ങ അരച്ച് അതിപ്പോ തവി കൊണ്ട് ഇളക്കാഞ്ഞ അതുകൊണ്ടാ ഉടഞ്ഞു പോകാൻ തക്കാളി കലങ്ങി പോവും. എങ്ങനെ? തവി കൊണ്ട് ഇളക്കുമ്പോഴേ തക്കാളി കലങ്ങി പോവും. അതുകൊണ്ട് നമ്മൾ ഇളക്കത്തില്ല. അപ്പൊ നമുക്ക് മീൻകറി റെഡി ആയിട്ട് നമുക്ക് ശകലം ചോറ് കഴിച്ചു നോക്കാം. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ. ഇത് ഇരിക്കണമെന്നല്ലേ? തേങ്ങ അരച്ചോണ്ട് നല്ല കുറുക്കൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഇരിക്കുമ്പോ വീണ്ടും കുറുക്കും ഒന്നും കൂടെ അല്ലേ? ഇപ്പൊ അമ്മ പറയും എങ്ങനെയുണ്ട് മീൻകറി എന്നുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണേ. എങ്ങനെയുണ്ടമ്മേ? അടിപൊളി കറിയാ. ആണോ? നല്ല കറിയാ. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയും കഴിഞ്ഞു അല്ലേ? അപ്പൊ സൂപ്പർ കറി. അമ്മേനെ നിർത്തിയിട്ട് ബാക്കി അല്ലേ? രുചി കാരണം അമ്മ ഇങ്ങനെ കഴിച്ചു പോവാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാനും കൂടി ഒരു കഷ്ണം എടുത്ത് കഴിച്ചോട്ടെ. തക്കാളിക്ക് ഭയങ്കര ചൂടാ കേട്ടോ. ചൂട് കറി അടിച്ച് ചോറുണ്ടാകുന്നുണ്ടല്ലോ, നല്ല രുചിയാ, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറിനകത്തോട് ചുണ്ണാൻ ഭയങ്കര രുചിയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ വെക്കുക, വെച്ച് കഴിച്ചിട്ട് വിവരങ്ങൾ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ? അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ അടുത്ത ദിവസം നമുക്ക് കാണാം.